ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അച്ഛനും ഇന്ന് ഓഫീസിൽ പോകണ്ട. പിന്നെ അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റൊന്നും തുണിയൊന്നും വിരിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പാല് മേടിച്ചു, വേസ്റ്റൊക്കെ കൊണ്ടിടണമായിരുന്നു, അതൊക്കെ ഇട്ടു. പിന്നെ പച്ചക്കറിയും മുട്ടയും ഒക്കെ മേടിക്കണമായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടുണ്ടല്ലോ, അതും ഗോതമ്പ് പുട്ട് റെഡി ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു, ഇൻഡക്ഷനിലാണ് വെച്ചത്. പിന്നെ പഴമാണ്, പഴം ഞാൻ മേടിച്ചിട്ടുണ്ട്, റോബസ്റ്റിൻ്റെ പഴമാണ് മേടിച്ചത്. നൈസ് ടേസ്റ്റാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും ഇഷ്ടമാണ്. അപ്പോൾ അതാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം കുഞ്ഞൂന് റാഗി ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ടച്ചിങ്സ് ആയിട്ട് പുട്ടിൻ്റെ കൂടെ നമുക്ക് മുട്ടയും കൂടെ പുഴുങ്ങി അതും കഴിക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഇതിനകത്തും കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടേ, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഈ ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ കട്ടയായിട്ടിരിക്കുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ മിക്സിയുടെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, അങ്ങനെ അവർ ജാറിലൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് ഫസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ജാറിലിട്ടിട്ട് അവരൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ഉണ്ടെങ്കിൽ ഇരിക്കും. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ടപ്പോൾ ഒരു നൈസ് സോഫ്റ്റും ആയിരുന്നു, പിന്നെ ഒരു കട്ട പോലും ഇല്ലായിരുന്നു. എനിക്ക് കട്ട ആവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു പേടിയും വേണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ ആ പുട്ടുപൊടി എന്ന് വെച്ചാൽ. പാല് ഞാൻ നേരെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. ഇവിടെ ഇന്നലത്തെ ഒരു ഇച്ചിരി പാലിപ്പോണ്ട് അതും എടുക്കാം, ഇന്നത്തെ പാലും എടുക്കാവേ. അടുക്കളയിലോട്ട് വന്നപ്പോൾ നല്ല ഗോതമ്പ് പുട്ട്, ശരിക്കും ഞാൻ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നല്ല സ്മെല്ലായിട്ടാ. ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് ഓർമ്മ വരുന്നതെന്ന് അറിയാമോ? നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ടായിരിക്കും. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ മാമിയുടെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അപ്പച്ചനാണെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുക. അപ്പച്ചന് ഷുഗർ വന്നിട്ട് ഒരു കാലൊക്കെ മുറിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ അമ്മാമയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഇതേപോലെ ഈ ഗോതമ്പ് പുട്ടും, രാത്രിയിലും ഗോതമ്പ് പുട്ടാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്, എനിക്ക് തോന്നുന്നു കൊടുക്കുന്നത് അതാണ്. അപ്പം ഗോതമ്പ് പുട്ടും മീൻകറി ഉണ്ടല്ലോ, മീൻകറിയാണ് കൊടുക്കുന്നത്. ഇത്തിരിയേ കൊടുക്കത്തുള്ളൂ അപ്പച്ചന്. അപ്പച്ചൻ ഓവർ കഴിക്കത്തുമില്ലെങ്കിലും കുറച്ച് കൊടുക്കൂ. പിന്നെ ഈ തേയിലവെള്ളം ഉണ്ടല്ലോ, മധുരമില്ലാത്ത തേയിലവെള്ളം, അതൊക്കെയാണ് അപ്പച്ചൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളൊക്കെ അവിടെ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇതേപോലെ കാണുമായിരുന്നു അപ്പച്ചൻ ഇങ്ങനെ കഴിക്കുന്നതൊക്കെ. അപ്പോൾ അടുക്കളയോട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ ഗോതമ്പ് പുട്ടുണ്ടാക്കുന്നതിൻ്റെ മണമൊക്കെ വരും. നൈസായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മണം അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചായിരുന്നു, നല്ല ചൂടോടെ ഇരിക്കുമെന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പാലൊക്കെ ഒഴിച്ച് ഞാൻ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ചു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ കൊണ്ടങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. ഒരു പ്ലേറ്റുമായിട്ട് പോയതാണ്, പഴം എടുത്ത് വെക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. രാവിലെ പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും, നല്ല ഫ്രഷ് പാലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ലത് നോക്കി ഞാനങ്ങ് എടുത്തു. എല്ലാം നല്ലതായിരുന്നു, എങ്കിലും ഇലയൊക്കെ നമ്മൾ നോക്കിയെടുക്കണം. അപ്പോൾ 20 രൂപയായി ഈ ഒരു കെട്ടിനെ. അങ്ങനെ പാലൊക്കെ മേടിച്ചിട്ടുണ്ട്. വൈകിട്ട് നമുക്ക് ചപ്പാത്തിയും പാലക്കറിയും വല്ലതും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിവേപ്പില, ഇത് 5 രൂപയ്ക്ക് നമ്മൾ മേടിച്ചു കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ചില സമയത്ത് ഒത്തിരി തരും നമുക്ക്. പിന്നെ നമ്മുടെ റോബസ്റ്റ് പഴം, അത് ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഏത്തക്കയും മേടിച്ചു. സവാളയില്ലേ, വെറും ചെറിയ സവാള നമുക്ക് കിട്ടിയത്, അതേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തീ വിലയാണ്. പിന്നെ കുറേ പച്ചക്കറി ഐറ്റംസൊക്കെ മേടിച്ചു. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. കുറച്ചും കൂടി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം അടുക്കി പറക്കി അതത് സ്ഥലങ്ങളിൽ വെക്കാം കേട്ടോ. പിന്നെ മുട്ടയും മേടിച്ചു. ഇത് നാടൻ മുട്ടയല്ല, 10 മേടിച്ചു. നമ്മുടെ ഒരു കണക്ക് 10. 10 മേടിച്ചിട്ടുണ്ട്. 2 എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മുടെ എല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി കുഞ്ഞൂനുള്ള റാഗി അങ്ങ് ആക്കി. രണ്ടാമത്തെ കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്, ചിരട്ടപ്പുട്ടില്ലേ.
അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. 2 വട്ടം ഒന്ന് ആറ്റിന് ശേഷം ആ കപ്പിൽ തന്നെ ഞാൻ ചായ അങ്ങ് അടച്ചു വെച്ചു. പിന്നെ കുഞ്ഞുവിനുള്ള റാഗിയൊക്കെ ആക്കുമായിരുന്നു, ശർക്കരയൊക്കെ ഇട്ട് നല്ലതായിട്ട് അവളുടെ റാഗി ഞാൻ ആക്കി വെച്ചു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ടും മുട്ട പുഴുങ്ങിയതും പഴവും ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ ഗോതമ്പ് പുട്ടെടുത്ത് ഇതേപോലെ പ്ലേറ്റോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചു. ശേഷം നമ്മൾ പഴമൊക്കെ ഇട്ടിങ്ങനെ ഞെവിടി കഴിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ മുട്ട പുഴുങ്ങിയ ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു ഇത്തിരി മുളക് പൊടി, ഒരു ഇത്തിരി ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് തൊട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന്. പിന്നെ കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനൊക്കെ ചെയ്ത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനും മീനും ഒക്കെ കഴിച്ച് മടുത്തു ഗൈസ്. അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു ലൈറ്റായിട്ട് കഞ്ഞിയും പയറും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ പാത്രം കഴുകി കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കേട്ടോ. പിന്നെ ഞാൻ ഇൻഡക്ഷനിലാണ് പയറ് വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത്. രാവിലെ നമ്മൾ പുട്ടിന് തേങ്ങ തിരുമ്മിയായിരുന്നല്ലോ, കുറച്ച് തേങ്ങയുണ്ട്, ഇനി കുറച്ച് തേങ്ങയോടെ തിരുമണം. ഇനി തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. നമ്മുടെ പച്ചക്കറി എടുത്ത് വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കട്ടെ. അതിന് ശേഷം നമുക്ക് തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം ഇങ്ങനെ എന്നിട്ട് കുഞ്ഞുയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. കുഞ്ഞുവിന് കിച്ചടി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് ഇതേപോലെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. നമ്മൾ പാലക്കും കറിവേപ്പില ഇതേപോലെ ഓൾറെഡി തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന്, അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്തിരിക്കുവാണെങ്കിൽ അത് വാടിപ്പോവും, നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ വെളുത്തുള്ളി, ക്യാബേജ്, ബീട്രൂട്ട്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ വേറെ സബ്ജി കൊട്ടയിലോട്ടും തക്കാളിയല്ലല്ലോ, കിഴങ്ങും സവാളയും വെളുത്തുള്ളി എല്ലാം എടുത്ത് സബ്ജി കൊട്ടയിൽ വെച്ചു. പിന്നെ കുഞ്ഞിനുള്ള കിച്ചടി ഞാൻ അങ്ങ് റെഡിയാക്കി എടുത്തു. കൂടെ നമ്മുടെ കഞ്ഞിയും പയറുമാണല്ലോ, അപ്പോൾ പയറ് സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മുടെ മെയിൻ താരം അച്ചാർ ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊക്കെ എടുത്തിങ്ങനെ മാറ്റുക. അങ്ങനെ നമ്മുടെ കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൊണ്ട് വെക്കട്ടെ. ഫസ്റ്റ് തന്നെ കുറേ എടുത്ത് ഞാൻ ആ കഞ്ഞിക്കകത്തോട്ടങ്ങ് കമത്തി. പിന്നെ ഇച്ചിരി അച്ചാറും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സാക്കി കഴിക്കാൻ പോകുമായിരുന്നു. അപ്പം കൈതി എന്ന് പറയുന്ന ഒരു യൂട്യൂബിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കുകയായിരുന്നു. കുഞ്ഞൂനും ഇച്ചിരി വാരി കൊടുക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് കിച്ചടിയൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ TV ഒക്കെ കണ്ട് കഞ്ഞി കുടിക്കുക. TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെവിനച്ചന് ഒരു കോള് വന്നു. സെവിനച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്ന് വെച്ചാൽ മഹത്താവ് എന്നാണ്. അപ്പോൾ ആ ചേട്ടനാണ് ഇതേപോലെ സെവിനച്ചന് ഒരു സംഭവം കൊറിയർ ചെയ്തു എന്ന് പറഞ്ഞു. അത് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു, പുറത്തിറങ്ങി, കൊറിയർ കിട്ടി. അതെന്തുവാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. സെവിനച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. അതിലുപരി നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയിട്ടാണ്. സെവിനച്ചൻ TV കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മ്യൂട്ടാക്കി വെച്ചു. ഗൈസ്, ഇതാണ് നമുക്ക് ആ ചേട്ടൻ കൊറിയർ ചെയ്ത് അയച്ചു തന്ന സാധനം. നോക്കാം എന്തുവാന്ന്. കാന്തി സ്വീറ്റ്സിൻ്റെ കേട്ടോ, പൊളി. എന്തോന്ന് രസ്മലായി ആണോ? രസ്മലായി സെയിം സാധനം തന്നെയാണ്, പക്ഷേ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. കാന്തി സ്വീറ്റ്സിൻ്റെ ആണ്. ഇവരുടെ സ്വീറ്റ്സ് ഒക്കെ നല്ല ഫേമസ് ആട്ടോ. ഗൈസ്, സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. സ്വീറ്റ്സ് ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അടപ്പെല്ലാം വലിച്ചൂരി. കുറേ ടേപ്പൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ചൂരിയൊക്കെ ഞാൻ ആ സ്വീറ്റ്സ് ഇത് കഴിക്കുമായിരുന്നു. ആ വെള്ള നിറത്തിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ള എന്ന് വെച്ചാൽ മറ്റേ പഞ്ചസാര ലായനി വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആയിരുന്നു. മറ്റേത് ശർക്കര പാനി വെച്ചിട്ടുള്ളതായിരുന്നു. രണ്ടും നൈസ് ടേസ്റ്റ്. കുറച്ച് നേരം പുറത്ത് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മുറ്റം ഫുള്ള് ബൈക്കാട്ടോ. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നല്ലോ, അപ്പോൾ രാത്രിയിൽ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തി ആക്കണം. നമ്മുടെ പാലക്ക് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇളക്കി കൊടുക്കട്ടെ. പനീർ ഇട്ടാൽ നൈസ് ടേസ്റ്റാണ്. ശരി, ഞങ്ങൾ പനീർ മേടിച്ചില്ല. പാലക്കറി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു.
ഇത് അടച്ച് വെച്ചേക്കാം, നല്ലതായിട്ട് വേവട്ടെ കേട്ടോ. കുഞ്ഞുന് രാത്രി കിച്ചടിയാണ്, അപ്പോൾ അവളുടെ കിച്ചടി ഞാൻ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാലക്കറി റെഡി ആയിട്ട് വേണം ചപ്പാത്തി ആക്കാൻ തുടങ്ങാൻ. മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കോൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.